ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. കാരണം ഇന്നിപ്പോൾ എത്രാം തീയതി, 16/4/25 കഥയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദുവും അനിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നന്ദുവിന് 2 ജോഡി ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് അനി. അപ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മോതിരം ഗിഫ്റ്റായിട്ട് അനി തന്നില്ലേ, അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര സംശയമായിട്ടുണ്ട്. ആരാ അത് തന്നെന്നൊക്കെ എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ പറയാം, അതൊന്നും സാരമില്ലടോ, പിന്നെ ഗിഫ്റ്റല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതല്ല അനി, ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. നമ്മൾ ഫ്രണ്ട്സാണ്, പക്ഷെ അതിന് അനാമികയ്ക്ക് എപ്പോഴും ദേഷ്യമല്ലേ, അവളെന്തിനാ വെറുതെ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അവളുടെ ഉദ്ദേശം വേറെ എന്തോ ആണ് നന്ദു. കാരണം എന്താ വെച്ചാൽ അവൾ നമ്മുടെ കുടുംബത്തേക്ക് വന്നു എന്നേ ഉള്ളൂ, പക്ഷേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഉദ്ദേശം വേറെയാണ്. അവർ നമ്മളുടെ സ്വത്തിനോടാണ് ഉന്നം വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവൾക്ക് സ്വത്ത് മാത്രം മതി, പണം മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് അവളിപ്പോൾ തൽക്കാലം നമ്മളുടെ ഇവിടെ പിടിച്ച് നിൽക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, അല്ലാണ്ട് നമ്മളുടെ ഒരു നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, എന്തായാലും ഇനി ഇതൊന്നും തരണ്ട കേട്ടോ, അങ്ങനത്തെ ഗിഫ്റ്റൊന്നും തരണ്ട എന്നൊക്കെ പറയും. ഞാൻ ഇനിയൊരു 3-4 ജോഡി വാങ്ങി വെച്ചിട്ടുണ്ട് പറയും. ഇനിയും വാങ്ങി വെച്ചിട്ടുണ്ട്, എന്തിനാണ് ഇനി ഇത് വാങ്ങി വെച്ചത് എന്ന് പറയും. അപ്പോൾ പറയും, തനിക്ക് അവിടെ പോകുമ്പോൾ ഇടണ്ടേ, അപ്പോൾ അത് താൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴെങ്കിലും താൻ എന്താണ് എന്നെ ഓർക്കുമല്ലോ എന്ന് പറയും. അത് ശരി, ഞാൻ അനീനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തരണം വയ്ക്കും. അപ്പോൾ അവൻ പറയും, അതെ അറിയാം, അതിനാവശ്യമുണ്ടോ എന്ന് വയ്ക്കും. അല്ലെങ്കിലും അനീനെ ഓർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇനിയിപ്പോൾ ഞാനിതെന്താ ഇപ്പോൾ പറയുക വീട്ടിൽ പോയിട്ട് എന്ന് പറയാം. താൻ എന്തെങ്കിലും പറഞ്ഞോ അറിയാം. അപ്പോൾ എന്തായാലും താൻ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് വേണം വീട്ടിലേക്ക് വരാൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും, എനിക്ക് വീട്ടിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. ഇതിപ്പോൾ എന്താണാവോ നയന ചേച്ചി നിർബന്ധം പറഞ്ഞത് വരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ല, എന്തിനാണ് ഞാൻ വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയും. അതൊന്നും സാരമില്ല, താൻ വരണം, താൻ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ ശരി എന്നാ പറയും. ഇപ്പോൾ അങ്ങനെ മഴയെല്ലാം മനസ്സോട് പോവുകയാണോ ചോദിക്കും അനി. അപ്പോൾ പറയാം, പോകണം, പോട്ടെ, കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരിയല്ല. അപ്പോൾ സ്കൂട്ടറിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെയും നന്ദു ഇങ്ങനെ നോക്കുക അനി. അപ്പോൾ അനിയനെ അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് പാവം തോന്നുകയാണേ. അപ്പോൾ എന്നാൽ ശരി എന്ന് പറയുക. എന്നിട്ട് അങ്ങനെ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ ചെല്ലും കേട്ടോ. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മളുടെ എന്താ പറയുക, ദേവയാനി നയനയും കൂടെ അടുക്കളയിൽ. അപ്പോൾ ദേവയാനി എന്തൊക്കെയോ പാചകത്തിലാണ്. അപ്പോൾ നയന അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അറിയാമേ ഞാനും കൂടെ കൂടാമെന്ന് പറയും. അപ്പോൾ വേണ്ട മോളവിടെ മാറി നിന്നോ, പറയൂ നന്ദുമോൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിനക്കറിയില്ലേ, നീ പറ, ഞാൻ ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ ഞാനും കൂടെ കൂടാം, ഞാൻ ഉണ്ടാക്കുന്നതും അവൾക്ക് ഇഷ്ടമാണ് പറയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലേ എന്ന് പറയും. അതല്ലേ മേ, വീട്ടിലൊക്കെ ഞാനല്ലേ ഉണ്ടാക്കിയിരുന്നത്, അതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ് എന്നറിയും. സാരല്ല മോള് മാറി നിൽക്കുക, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നറിയും. അപ്പോൾ അറിയാം, എന്താ എന്നെ പിന്നെ പാചകം ചെയ്യാൻ സമ്മതിക്കാത്തത് എന്ന് വയ്ക്കും നയന. അപ്പോൾ പറയും, അതല്ല പിന്നെ മോളെ, നീ എന്താണ് ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചാൽ മതി, നിങ്ങൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം കൂടി ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ നയന പറയും, പിന്നെ മോള് ഇപ്പോൾ ഇതിന് പോകുന്നതായതുകൊണ്ടാണ് ഞാനിപ്പോൾ മോളെ ഇങ്ങോട്ട് വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നു അമ്മയെന്നൊക്കെ പറയും. അപ്പോഴേക്കും ആദർശം വരും. ആദർശം വരുമ്പോൾ വേഗം നയനേനെ ഇങ്ങനെ തോണ്ടും ദേവയാനി. അപ്പോൾ പിന്നെ ഇതിനൊരു ശത്രുക്കളെ പോലെ നിൽക്കണമല്ലോ. അപ്പോൾ പറയും, നിൻ്റെ എന്താ അനിയത്തി പിന്നെ വരുന്നതിനാണ് ഞാൻ ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, എന്താ രണ്ടാളും കൂടി ഒരുമിച്ചാണോ അടുക്കളയിൽ കയറിയത് എന്ന് വെച്ചിട്ട് ആദർശം അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ പറയും, ഇവളുടെ അനിയത്തി വരികയല്ലേ, ഇനിയിപ്പോൾ നമ്മളൊന്നും രുചിയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്കൊന്നും പോകണ്ട എന്ന് പറയും. അതുകൊണ്ടല്ല അമ്മേ, പിന്നെ ഞാൻ അവൾ പോകുന്നത് കൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ല, വെറുതെ എന്തിനാ അനിയും അനാമികയും തമ്മിൽ അത് കാരണം ഇനിയും പ്രശ്നമായാലോ എന്ന് പേടിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും നയന. അപ്പോൾ പറയാം, മോനെ അവരുടെ കാര്യത്തിൽ നീയൊന്ന് തീരുമാനം എടുക്കണം, പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അറിയാം. അപ്പോൾ ആദർശ് പറയും, അവനിപ്പോൾ അവരെ ജോലി കാര്യങ്ങളിലും കൂടിയും തീരെ ശ്രദ്ധിക്കുന്നില്ല അമ്മേ. ഇപ്പോൾ കമ്പനിയിലെ കാര്യങ്ങളാണെങ്കിലും അവൻ വളരെ ഇതായിട്ടാണ് നിൽക്കുന്നത്, അവന് അങ്ങനെ ഒരു ശ്രദ്ധ അല്ല കാര്യത്തിൽ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ ആ അനിയുടെയും അനാമികയുടെയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും, എന്തായാലും നന്ദു വരുന്നുണ്ടല്ലോ, നന്ദു വന്ന് പോട്ടെ
എന്നിട്ട് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടുന്ന് ആദർശ് പോകും. എന്നാൽ ശരിയായിട്ട് ആദർശ് അങ്ങോട്ട് പോട്ടോ. പിന്നെ പറയുക എന്താ അമ്മീ ഞാൻ ചെയ്യുക, അനിയാണ് പിന്നെ ഇപ്പോൾ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഞാൻ അത്ര കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് നന്ദുവിനോട്. നന്ദു ഒരിക്കലും ഇനിയിപ്പോൾ അതിന് കൂട്ട് നിൽക്കില്ല. പക്ഷേ അനിയാണ് അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും അവൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം എനിക്ക്. പിന്നെ ആദർശനെ പോലെ തന്നെയാണ് പിന്നെ അനിയും. അവൻ്റെ ജീവിതം ഇങ്ങനെ ഇതായി പോകുന്നതിന് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുമ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി നല്ല അടിപൊളി ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അനി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്. അപ്പോഴേക്കും കൊള്ളാലോ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും നന്നായിട്ടുണ്ട് മോളുടെ ഡ്രസ്സ്, ഇത് ആരാ വാങ്ങിച്ചതെന്നപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സ് മേടിച്ചെന്നറിയുമ്പോൾ അന്ന് ഇതുപോലെ നിനക്കൊരു മോതിരം വാങ്ങിച്ചത് അനിയല്ലേ വയ്ക്കുമ്പോൾ അപ്പോൾ പറയും അതെൻ്റെ ഫ്രണ്ട്സാണ് പറയും. അപ്പോൾ ഇതും അതേ അറിയാം. അവർക്ക് ഇത്രയും ഡ്രസ്സ് എന്തിനാണ് അവർ മേടിച്ച് തരുന്നത്? എനിക്ക് നിൻ്റെ അച്ഛനൊക്കെ നല്ല സംശയമുണ്ട്, ഇത് അനി വാങ്ങിച്ച് തരുന്നതാണോന്ന് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയും. ഇത് അനി വാങ്ങിച്ചൊന്നൊന്നുമല്ല. അപ്പോൾ അത് പറയുമ്പോൾ അവൾക്കൊരു പതർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയും ഞങ്ങളത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല പതർച്ച കാണുന്നുണ്ടല്ലോ മോളെ എന്നറിയാം. അപ്പോൾ അതിനിപ്പോൾ ഞാനെന്താ ചെയ്യുക? അപ്പോൾ പറയും എനിക്ക് നല്ല പേടിയുണ്ട്, അനിയനെയാണ് നിനക്ക് വീണ്ടും അനിയോട് ഇഷ്ടം തോന്നുകയാണ്, അനിയാണ് നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരുന്നെന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് അറിയാം. അപ്പോൾ അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇനിയിപ്പോൾ അനാമിക ഉണ്ട് അവിടെ, അതാണിപ്പോൾ പ്രശ്നം, അങ്ങോട്ട് ചെല്ലാൻ ഈ നയനേച്ചി എന്തിനാണാവോ പിന്നെ എന്നോട് ഇത്ര നിർബന്ധമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. നവ്യേച്ചിയും പറഞ്ഞു പോയിക്കോളാൻ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മറ്റേത് അനിയുള്ളിടത്തേക്ക് ചെല്ലരുതെന്നാണ് പറയാറ്, ഇതിപ്പോൾ എന്ത് പറ്റിയാണാവോ ചെല്ലാൻ പറഞ്ഞത് പറയും. അപ്പോൾ അവിടെ ഇനി വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും നമ്മുടെ കനക. അവിടെ വല്ല പ്രശ്നമായിട്ടാണോ മോള് ചെല്ലാൻ പറഞ്ഞത്? അപ്പോൾ പറയും ഇനിയിപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പോലീസ് മുറ പ്രയോഗിക്കുമെന്ന് അറിയും കേട്ടോ. അയ്യോ മോൾ അതിനൊന്നും നിൽക്കരുത് എന്നറിയും. അല്ലാണ്ട് പിന്നെ ഇത് കേട്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലമ്മേ, നമ്മളെന്തിനാ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്? പിന്നെ അതിൽ ഞാനൊരു എസ്ഐ ആവാൻ പോലെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസും കൂടെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അയ്യോ നന്ദുട്ടാ അങ്ങനെയൊന്നും ചെയ്യരുത് നീ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ പോയിട്ട് വരാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചാവി എടുത്ത് പോവുകയാണ്. പോയിട്ട് വരുമ്പോൾ പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അനന്തപുരിയിൽ നമ്മളുടെ അനി ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിങ്ങനെ നോക്കുമ്പോൾ കാണാം സ്കൂട്ടറിൽ ഇവള് വരുന്നു, നന്ദു ഇങ്ങനെ വരുന്നു. അപ്പോൾ അങ്ങനെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവനിങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിഞ്ഞ് നോക്കുക. അപ്പോൾ അവൾ വന്ന് നിൽക്കുമ്പോൾ നന്ദു എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ മോളിക്ക് നോക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും, അവൻ്റെ സന്തോഷം കാണണം പാവം. അപ്പോൾ അവളിങ്ങനെ കൈ വെച്ച് കാണിക്കുമ്പോഴേക്കും അനാമിക വന്ന് കൈയും കെട്ടി നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് അനാമികയുടെ മൊത്തം. അപ്പോൾ അറിയോ നിനക്ക് സന്തോഷമായില്ലോ അവൾ വന്നിട്ട്, നിനക്ക് ഭയങ്കര സന്തോഷമായില്ലേ അവൾ വന്നിട്ട്, ഇതാണ് അറിയും സന്തോഷമായി, അതിനെന്താ നിനക്ക് വേണ്ടതെന്ന് വയ്ക്കും. അപ്പോൾ നീ സന്തോഷിക്കേണ്ട അറിയോ, നീ നിൻ്റെ പണി നോക്കടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. കാരണം ഒന്നും പറയാൻ നിവർത്തിയില്ല അനാമികയ്ക്ക്. കാരണം അവിടെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുക നവ്യ നയനയും കൂടെ. പിന്നെ എന്തെങ്കിലും നെഗിളിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിച്ച് നിലത്തടിക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ നിവർത്തിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതാക്കുമ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണ് നമ്മളുടെ നന്ദു. അപ്പോഴേക്കും നയന ഓടിച്ചെല്ലണം മോളെ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലാണ്. അപ്പോൾ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവർ കെട്ടിപ്പിടിച്ച ഭയങ്കര സ്നേഹപ്രകടനം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതാക്കും. അപ്പോഴേക്കും നമ്മുടെ ദേവയാനിയുടെ ഒരു നന്ദു, അപ്പോൾ ദേവയാനി ഉണ്ട്, മോളെ വരൂ നന്ദുമോള് വാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എല്ലാവരും കൂടെ മൂന്നാളും ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും ആദർശം അങ്ങോട്ട് വരും. ആദർശം വരുമ്പോഴേക്കും പിന്നെ ദേവയാനി മുഖം മാറ്റണമല്ലോ. അപ്പോൾ പറയും എന്തൊക്കെ വർത്തമാനം, നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും അമ്മ നന്ദു വരുന്നു പറഞ്ഞിട്ട് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും ഇനിയിപ്പോൾ അവളുടെ അനിയത്തി വരുമ്പോൾ വല്ലതും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അവളങ്ങനെ അവളുടെ വീട്ടിൽ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ആദർശിന് കുറേയൊക്കെ കാര്യം മനസ്സിലായിട്ട് അപ്പോൾ അവൻ പറയും അപ്പോൾ നീ ട്രെയിനിങ്ങിന് പോകുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ പറയും പുറത്തുനിന്ന് വല്ല സാധനങ്ങളും വാങ്ങണ്ടെങ്കിൽ പറയുന്നത് ഞാൻ വാങ്ങി അവിടെ എത്തിക്കാമെന്ന് പറയും. അപ്പോൾ പറയും അല്ല ആദർശേട്ടൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, പിന്നെ അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാങ്ങി എല്ലാം റെഡിയാക്കി, അപ്പോഴേക്കല്ലേ കേസും ചിക്കൻ ബോക്സൊക്കെ വന്നത്, അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ല അറിയും. അപ്പോൾ പറയും നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് വയ്ക്കും. അപ്പോൾ അമ്മ എന്ത് തന്നാലും ഞാൻ കുടിക്കാം, എന്നാലും അങ്ങനെയല്ലല്ലോ എന്നറിയും. അപ്പോൾ പറയും ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് വയ്ക്കും ദേവയാനി. അത് മതി അറിയും. അപ്പോൾ നയനിയും പറയും അമ്മ എന്ത് കൊടുത്താലും അവൾ കുടിച്ചോളൂ എന്ന് പറയും. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി കേട്ടോ. അത് കഴിയുമ്പോൾ ദേവയാനി അങ്ങോട്ട് പോകും. അപ്പോൾ പറയും എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ഒരുപാട് സ്നേഹമാണ് മനസ്സിൽ, നീ മോള് വരുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ രാവിലെ മുതൽ അടുക്കളയിലായിരുന്നു പാചകം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയന നന്ദിനിയും വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്.
അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ അനാമിക എന്താണ് കാരണം അനാമികേനോട് പറഞ്ഞു നയന നന്ദു വരും, നന്ദുവിന് ഞാൻ വിളിക്കും ഭക്ഷണം കഴിക്കാൻ, നന്ദുവിന് വേണ്ട ഭക്ഷണം വിളമ്പി കൊടുത്തോളുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവും തലേ ദിവസം അടി കൊടുത്തിട്ട്. അപ്പോൾ എന്താണ് ജലജയും ജാനകിയും ഒക്കെ നിൽക്കും. അപ്പോൾ നിങ്ങളങ്ങോട്ട് വരുന്നില്ലേ, ഞങ്ങളെന്തിനാണ് വരുന്നത്, അവൾ അനിയത്തിയല്ലേ വന്നിട്ട് ഞങ്ങളെന്തിനാണ് അങ്ങോട്ട് വരുന്നത്, അവൾ വലിയ SI ആവാൻ പോവല്ലേ, പിന്നെ അതിനിപ്പോൾ ഞങ്ങളങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നറിയും. അപ്പോൾ മോള് പോവൊന്നും വേണ്ട അറിയാം, അതല്ല അമ്മേ എനിക്ക് പോകണം, കാരണം നമ്മളങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അവൾ വിചാരിക്കില്ലേ എന്താ നമ്മൾ പേടിച്ചിട്ടാണ് മാറി നിൽക്കുന്നതെന്ന് വിചാരിക്കില്ലേ. എനിക്കാരെയും പേടിയൊന്നുമില്ല, ഞാനെന്തിനാണ് പേടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ അനാമിക അങ്ങനെ പറയും. കാരണം അനാമിക്ക് നിവർത്തിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരണമെങ്കിൽ അടുക്കളയ്ക്ക്. അപ്പോൾ പറയും നീ അങ്ങോട്ട് പിന്നെ ഞാൻ പോവാ, അമ്മയും പിന്നെ അമ്മായിയും വരുന്നില്ലേ ചോദിക്കും. അപ്പോൾ അല്ല അമ്മയും ജലജാൻ്റെയും വരുന്നില്ല, അപ്പം വരില്ല, ഞങ്ങളില്ല എന്നറിയും. ഞങ്ങൾക്ക് ആ പെണ്ണിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അപ്പോൾ നയന അവൾ ഭയങ്കര സാധന, ഈ കുടുംബത്തിനെ മൊത്തത്തിൽ അവൾ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ അതിൽ ഏടത്തിയും പോയി പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ദേവേടത്തി ഇപ്പം അതിൽ പോയി പെട്ടല്ലോ. മറ്റേത് ദേവേടത്തിയുടെ മുന്നിൽ വന്ന് നിൽക്കാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു പേടിയില്ല, ദേവേടത്തിക്ക് പേടിയാണ് മകനെങ്ങാനും പിന്നെ വല്ല അസുഖം വരുമോ അവളെങ്ങാനും ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി കാരണമാണ് ദേവേടത്തിയുടെ ഗതികേട്, അല്ലാണ്ട് എന്താ പറയുക എന്നൊക്കെ പറയാം. എന്തായാലും നിങ്ങളില്ലെങ്കിൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നറിയാം അനാമിക. അപ്പോൾ പറയും മോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല, മോളെന്തിനാണ് പോകണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവൾ വിചാരിക്കില്ലേ 2 പ്രാവശ്യം മോളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ അവളും അവളുടെ കൂട്ടുകാരും കൂടി അല്ലേ തല്ലിയത് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതെന്തിനാണ് എന്ന് വയ്ക്കുമ്പോൾ പറയും അറിയില്ല, അതെന്താ സംഭവം എന്നറിയില്ല, അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞിട്ടാണ് പിന്നെ അവൾ അവിടെ വീട്ടിൽ കയറി അവളെ കൂട്ടുകാരും കൂടെ കയറി തല്ലിയത്, ഇതിപ്പോൾ കേസ് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞാനുണ്ട് ചെല്ലട്ടെ, ഞാൻ ചെന്നിട്ട് അവൾ അല്ലെങ്കിൽ വിചാരിക്കും ഞാൻ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന്, എനിക്കങ്ങനെ ആരെയും പേടിയൊന്നുമില്ല എന്നൊക്കെ പറയും. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനിയും ആദർശും അനിയും അതേപോലെ നയനിയും നന്ദൊക്കെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരിക്കുക, മുത്തശ്ശനും മുത്തശ്ശിയൊന്നുമില്ല, എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ദേവയാനി ഇങ്ങനെ ചോറിലിങ്ങനെ ഇതാക്കിയിരിക്കുമ്പോഴേക്കും മോള് വന്നല്ലോ എന്ന് പറയും അനാമികേനെ കണ്ടിട്ട്. അപ്പോൾ മോള് ഇരിക്കുക എന്ന് പറയും. അല്ല അപ്പോൾ ഇരിക്കുക പറയുമ്പോൾ നയനേനെ അങ്ങനെ നോക്കും. അപ്പോൾ നയന ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്, ഇരുന്നിട്ടൊക്കെ ശരിയാക്കുന്നില്ല. അതിൽ പറയും വേണ്ട വല്യമ്മേ ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കാമെന്ന് പറയും. അപ്പോൾ പറയും മോളിരിക്കേ സാരമില്ല വിളമ്പി കഴിക്കും. അതല്ല എന്തായാലും നന്ദു ട്രെയിനിങ്ങിനായിട്ട് പോവുമല്ലേ, അപ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇന്നിപ്പോൾ ഞാൻ നന്ദുവിന് വിളമ്പി കൊടുത്തിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരട്ടെ, അതല്ലേ നല്ലത് എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും അത് നല്ല കാര്യമാണ്, അതെന്തായാലും നന്നായി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് പറയും. അപ്പോൾ പറയും അതെന്തായാലും നല്ല കാര്യമാണെന്ന് ഇപ്പോൾ ദേവയാനിയും പറയട്ടോ. അപ്പോൾ നയന അപ്പോഴും നോക്കും. അപ്പോൾ നയനേനെ അങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദുവിന് വിളമ്പി കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നന്ദു പറയും വേണ്ട എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാനെടുത്ത് കഴിച്ചോളാം എന്ന് പറയും. അപ്പോൾ അനിങ്ങനെ നോക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന്. അപ്പോൾ പറയും എന്നാൽ മോള് പോയി അനിയുടെ അടുത്ത് പോയിരിക്കുക, അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയും പിന്നെ ദേവയാനി. അപ്പോൾ പറയും എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ട്രെയിനിങ്ങിന് പോയ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് അനി നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ്, നന്ദു അനിയനെയും നോക്കുകയാണ്. അപ്പോൾ ഈ ദേവയാനി അനാമിക ആദർശ് നയനെല്ലാവരും ഇവരുണ്ടല്ലേ നോക്കുന്നത്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഇടങ്ങുന്നതുകൊണ്ട് നന്ദുവിനെ നോക്കുന്നുണ്ട്, കാരണം നന്ദു തൊട്ടപ്പുറത്ത് നന്ദു ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ആദർശ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അപ്പുറത്ത് അനിയുടെ അപ്പുറത്ത് അനാമിക. അപ്പോൾ അനാമിക അനിയനെയും നന്ദുവിനെയാണ് നോക്കുന്നത്, ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം മീൻസ് എല്ലാവരുടെയും കണ്ണുകൾ നന്ദുവിലും അനിയിലുമാണ്, അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് പോകുന്നത്. എല്ലാവരും മിസ് ചെയ്യേണ്ട, കാരണം പിന്നെ കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഇടയ്ക്ക്, ഫോൺ കോളുകളൊക്കെ വന്നത് കാരണം അതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ എവിടെ നിർത്തി എവിടെ തുടങ്ങി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ രാധാസ്വാമിലി കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഒരു പിന്നെ എന്താ പറയുക ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ പറയണേ. ഞാൻ വേറെയും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.